ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. എന്തിനാണ് വഴക്കിട്ടത് എന്ന് ഭാര്യയ്ക്കും അറിയില്ല, ഭർത്താവിനും അറിയില്ല. എന്നാൽ ഈ വഴക്കൊട്ട് തീരുന്നില്ല. അവസാനം തൊലാഖിന്റെ വക്കിലെത്തി. രണ്ടാളും പിരിയണമെന്ന വക്കിലെത്തി. കോടതിയിലെത്തി കേസ്. ജമാഅത്ത് കമ്മിറ്റിയിൽ ആദ്യം അത് പരിഹരിക്കാൻ നോക്കി, നടന്നില്ല. കോടതിയിലെത്തി, ചോദ്യമായി രണ്ടാളോടും. അവസാനം ചോദിച്ചു വന്നപ്പോൾ ഒരു ഡ്രസ്സിന്റെ പേരിലാണ് രണ്ടാളും തമ്മിൽ വഴക്കുണ്ടായത്. ഭാര്യ ഒരു ഡ്രസ്സ് ആവശ്യപ്പെട്ടു, ഒരു ഉടുപ്പ്, കുപ്പായം, തനിക്കിടേണ്ട ഒരു വസ്ത്രം ആവശ്യപ്പെട്ടു. അത് വാങ്ങിക്കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഭർത്താവ് വാങ്ങിത്തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തുടങ്ങി പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി, പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പണ്ട് അവിടെ നടന്നതും ഇവിടെ നടന്നതും, ഉമ്മ പറഞ്ഞതും പെങ്ങള് പറഞ്ഞതും നാത്തൂൻ പറഞ്ഞതും ഒക്കെ എടുത്ത് ചർച്ചയായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അതിനിടയിൽ ഭർത്താവ് ഒന്ന് കൈവെക്കേണ്ടി വന്നു, ഒരു തല്ല് കൊടുക്കേണ്ടി വന്നു. അതും വിഷയമായി, സംസാരമായി. അവസാനം കോടതി വരാന്തയിൽ എത്തി നിൽക്കുന്നു. ഇതൊരു കേസ്, എൻ്റെ അറിവിൽ വന്നൊരു കേസാണ്. ഇതുപോലെ എത്രയോ കേസുകൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാകും. പക്ഷെ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം കൂടെ നമ്മുടെ അടുത്ത് വേണ്ടേ? രണ്ടാളുകളും, ഭാര്യയാണ് ഭർത്താവ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ ആരാണെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോണം. നമുക്ക് ആ പ്രശ്നം പരിഹരിച്ച് കിട്ടാനുള്ളൊരു മാർഗം നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. ഏതാണ് ആ മാർഗം എന്ന് കേട്ടു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൃദയവിശാലത ചെയ്തു കൊടുത്തൊരു സൂറത്തുണ്ട്. അതായത് 11 ഭാര്യമാരെ പോറ്റിയ ആളല്ലേ നബിതങ്ങൾ. 11 ഭാര്യമാരെ നമുക്ക് ഒരാളെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല എന്ന് ഭർത്താക്കന്മാർ ചിന്തിക്കുമ്പോൾ, ഒരാളുടെ കാര്യം തന്നെ നോക്കാൻ പറ്റുന്നില്ല എന്ന്, ഒരാളെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഭാര്യമാർ ചിന്തിക്കുമ്പോൾ, 11 ആളുകളെ പോറ്റി വളർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൃദയത്തിന് എത്ര വിശാലത ഉണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ പ്രശ്നം വരണമെങ്കിൽ മുത്തുനബി തങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നം വരണം. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രമ്യമാക്കി മുത്തുനബി തങ്ങൾ കൊണ്ടുപോയിട്ടില്ലേ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ സഹധർമ്മിണികളുടെ ഇടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിച്ച് ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചെന്നിട്ടില്ലേ നബിതങ്ങൾ പോയത്. നബിതങ്ങളുടെ ആ ഹൃദയ വിശാലത ഉണ്ടാകാൻ നബിതങ്ങൾക്ക് കൊടുത്തൊരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആൻ. ഒരു കുഞ്ഞൻ സൂറത്ത്, 8 ആയത്ത് മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത്. ഒന്ന് പഠിച്ചു വെക്കണം. ഏതാണ് ആ സൂറത്ത് എന്ന് കേട്ടു നോക്കാം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാൻ, ഭർത്താവ് ഭാര്യയെ തിരിച്ചു സ്നേഹിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മഹബ്ബത്തിലായി കഴിയാൻ. നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റിയ 2 ആളുകളാണ് ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും. മാതാപിതാക്കൾ, മക്കൾ, അതുപോലെ കുടുംബാദികൾ, സഹോദരങ്ങൾ, ഇവരെയൊക്കെ സ്നേഹിക്കണം. മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും സ്നേഹവും വേണം. എന്നാൽ ഇവരെല്ലാവരും കൈയൊഴിയുന്ന, അല്ലെങ്കിൽ ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളെ ചേർത്തു പിടിക്കുകയും നമ്മുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യുന്നൊരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇണകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരോട് കൂടുതൽ സ്നേഹവും കാണിക്കണം, അവരോട് കൂടുതൽ കെയർ കൊടുക്കുകയും അവരെ കൂടുതൽ ചേർത്തു പിടിക്കുകയും ചെയ്യണം. അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടത്? ഭാര്യയുടെ സ്നേഹം കൂടുതൽ കിട്ടാൻ, അല്ലെ ഭർത്താവ് കൂടുതൽ സ്നേഹിക്കാൻ, തൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തു തരികയൊക്കെ ചെയ്യുന്ന, മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന നല്ലൊരു ഭർത്താവായി കിട്ടണം, അല്ലെ നല്ലൊരു ഭാര്യയായി കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സൂറത്ത് മതിയായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ഖൈറലാക്കി തരട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുദീർഘമായി സംസാരിക്കുന്നില്ല. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ 8 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. ഏതാ സൂറത്ത് എന്ന് പറഞ്ഞുതരാം. അലം നശ്റഹ് സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ളഹ്റക് വറഫഅനാ ലക ദിക്റക് فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. സദഖല്ലാഹുൽ അലീം. ഈ ഒരു സൂറത്ത് അധികം ആളുകൾക്കും, എൻ്റെ ഈ ശബ്ദം കേട്ട ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന ഒരു സൂറത്താണ്, അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കാൻ എളുപ്പമുള്ളൊരു സൂറത്താണ്. നമ്മൾ നിരന്തരം കേൾക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും. ഈ സൂറത്ത് കൊണ്ട് സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ വിഷയങ്ങൾക്ക് പോലും വഴക്കുണ്ടാകാറുണ്ട് പലയിടത്തും, കേട്ടോ. ഒട്ടുമിക്ക ആളുകളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ വഴക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? ചെറിയ വിഷയമാണെങ്കിൽ, തുടങ്ങിയത് ചെറിയ വിഷയത്തിലാണെങ്കിലും വലുതായി ലാസ്റ്റ് ആന വലിപ്പത്തിലായിട്ട് ഇതൊന്ന് ചുരുക്കി കൊണ്ടുവരാൻ പറ്റാത്ത കോലത്തിലേക്ക് എന്ത് ചെയ്യും? ഈ പ്രശ്നം വലുതായിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം പിന്നെ 2 ആളും 2 വഴിക്ക് തൊലാക്കായി പോകേണ്ടി വരും എന്ന സാഹചര്യമൊക്കെ എത്താറുണ്ട്. എന്നാൽ ഈ ചെറിയ പ്രശ്നം ഇങ്ങനെ വലുതായി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതങ്ങ് ചുരുക്കാൻ പറ്റിയാലോ? പഴയതുപോലെ വീണ്ടും സ്നേഹത്തിലാവും, അല്ലേ? ഈ ചുരുക്കാൻ പറ്റിയ മുട്ടുസൂചിയാണെന്ത്? അതായത് ഈ വീർത്തു വരുന്ന ബലൂണിനെ കുത്തിപ്പൊട്ടിച്ച് പഴയതുപോലെ ചുരുക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ടുസൂചിയാണ്, അതിന് പറ്റിയൊരു മാർഗമാണ് ഈ ഒരു സൂറത്ത്. ഈ ഒരു സൂറത്ത്
17 തവണ നിരന്തരം, എല്ലാ ദിവസവും 17 തവണ നിരന്തരം ഓതുന്ന ഒരാളാണ് എങ്കിൽ അയാളുടെ പെണ്ണ്, അതായത് ഭാര്യ, ഇയാളെ ഇങ്ങോട്ട് സ്നേഹിക്കും. ഇതൊരു പെണ്ണാണ് ഓതുന്നത് എങ്കിൽ അവരുടെ ഭർത്താവ് അവളെ സ്നേഹിക്കും. നീയത്ത് എന്ത് വേണം? കൽബിൽ നല്ല നീയത്ത് വേണം. നീയത്ത്, ഞാൻ ഈ ഓതുന്ന സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ എനിക്ക് എൻ്റെ ഭാര്യയുടെ അല്ലെ ഭർത്താവിന്റെ സ്നേഹം ലഭിക്കണം. ആ ഒരു നീയത്തോട് കൂടിയിട്ട് ഒരു ഭാര്യയോ ഭർത്താവോ ഈ ഒരു സൂറത്ത് 17 തവണ എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ചെയ്ത് കൊടുക്കും അല്ലാഹു. ബർക്കത്ത് ചെയ്യാന്ന് വെച്ചാൽ പരസ്പരം സ്നേഹം ഇട്ട് കൊടുക്കും. കാരണം അലം നശ്റഹ് ലക സദ്റക്, നബിയെ തങ്ങൾക്ക് അല്ലാഹു വിശാലത ചെയ്ത്, അവിടുത്തെ ഹൃദയത്തിന് അല്ലാഹു വിശാലത ചെയ്തു തന്നില്ലയോ എന്ന. ഒരു ഭർത്താവിന്റെ ഹൃദയം വിശാലമാകുമ്പോഴാണ് അതിലേക്ക് ഭാര്യയുടെ സ്നേഹം അധികരിച്ചു വരിക, അല്ലേ? ഭാര്യയെ സ്നേഹിക്കാനും അവളോടുള്ള മഹബത്ത് കൂട്ടാനും അതുപോലെ തന്നെ അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും അവളെ നല്ലതുപോലെ കെയർ ചെയ്യാനും ഒക്കെ കഴിയുന്നത് ആ ഹൃദയം വിശാലമാകുമ്പോഴാണ്. ഇനി ഒരു ഭാര്യയുടെ ഹൃദയം വിശാലമാകുമ്പോഴാണ് ഭർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ നന്മയ്ക്കാണ് എന്ന് തോന്നാം. പ്രത്യേകിച്ച് ഈ വന്ന കാലഘട്ടത്തിലെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ അധികം മനസ്സിലാക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതായത് മുൻകാലങ്ങളിലൊക്കെ ഒരു പെണ്ണ് വീട്ടിൽ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് വീട്ടിൽ നിന്ന് തന്നെ അവരെ പഠിപ്പിച്ച അങ്ങനെയുള്ള ജീവിതമായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒരു അടുക്കള എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു വീട് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു പക്വത എത്തുമ്പോഴേക്കും പെൺകുട്ടികൾ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കുകയാണ്. അതിനുള്ള മാർഗങ്ങൾ വീട്ടിൽ തന്നെ ഒരുക്കുകയാണ്. എന്നാൽ ഇക്കാലഘട്ടത്തിലോ 18 20 പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ വീടുകളിൽ സൗകര്യം അധികരിച്ചിട്ടുണ്ട്, വീടുകൾ മെച്ചപ്പെട്ടിട്ടുണ്ട്, സൗകര്യങ്ങൾ അധികരിച്ചിട്ടുണ്ട്, എത്ര പാവപ്പെട്ടവന്റെ വീടാണെങ്കിലും ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ നേരിടുമ്പോൾ തന്നെ അത് അവർ കലഹം ഉണ്ടാക്കാനും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരുടെ മനസ്സ് അത്തരത്തിലേക്ക് പാകപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് തന്നെ അത് പരിഹരിച്ച് കിട്ടണമെങ്കിൽ ആ മനസ്സിനൊരു വിശാലത ഉണ്ടാകണം. എല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയ, എൻ്റെ ഭർത്താവ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അദ്ദേഹം പറയുന്നത് എനിക്ക് ഗുണത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ചെയ്താലാണ് എനിക്ക് നന്മ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുന്ന ഒരു ഹൃദയം തൻ്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹബന്ധം വളരെ വലുതായിരിക്കും. അതാർക്കും തകർക്കാൻ കഴിയില്ല. ഇതില്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അമ്മായിയമ്മയുടെ വാക്ക് കേട്ട് ഭാര്യയെ തല്ലേണ്ടി വരുന്നത്, ഉമ്മാന്റെ വാക്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ നാത്തൂന്റെ വാക്ക് കേട്ടിട്ട് ഭാര്യന്റെ മെക്കിട്ട് കയറേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിനെതിരെ തിരിയേണ്ടി വരുന്നത്, മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഭർത്താവിനെ തല്ലുകയും ഭർത്താവിനെ പറഞ്ഞാൽ കേൾക്കാതിരിക്കുകയും ഭർത്താവിനെ വിട്ടിട്ട് വീടിറങ്ങി പോവുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ചെയ്യുമ്പോഴാണ് ഈ വിശാലത ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ പ്രശ്നങ്ങൾ കഴിയുന്നവരാകട്ടെ കഴിയാത്തവരാകട്ടെ ഒരു പ്രശ്നമില്ല. ഉസ്താദ് എൻ്റെ ജീവിതത്തിലൊന്നും ഒരു പ്രയാസവും ഇല്ല, എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ നല്ല സ്നേഹബന്ധത്തിലാണ്, അങ്ങനെയുള്ളവരാണെങ്കിലും ശരി ഈ ഒരു സൂറത്ത് പതിവാക്കിക്കോ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടാവും. അതാണ്, അത് നഷ്ടമൊന്നുമില്ല നമുക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും വിള്ളൽ വീഴണം എന്ന് റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കിട്ടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നിന്നും സലാമത്താക്കാൻ കാരണമായി തീരും. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ എന്തെങ്കിലും അള്ളാഹു കണക്കാക്കി, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം റബ്ബ് കണക്കാക്കിയതുണ്ടെങ്കിൽ നമ്മൾ ഈ ഓതുന്ന സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നിരന്തരം നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നിന്നും നമ്മളെ അങ്ങനെ സലാമത്താക്കും. ആ പ്രശ്നം കൊണ്ട് അള്ളാഹു നീക്കിക്കളയും. അത് നമുക്ക് റാഹത്തല്ലേ, സന്തോഷമല്ലേ, നമുക്കതല്ലേ വേണ്ടത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളിൽ കഴിയുന്നവരാണെങ്കിലും, അതായത് ഭാര്യ ഭർത്താവും തമ്മിൽ ബുദ്ധിമുട്ടിൽ വഴക്കിൽ കഴിയുന്നവരാണ്, തൊലാഖിന്റെ വക്കിലെത്തിയവരാണെങ്കിലും ശരി, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് വരാൻ ഈ ഒരു സൂറത്ത് മതിയാണ്. അപ്പൊ നിരന്തരം 17 തവണ ഈ ഒരു സൂറത്ത് ഓതുക. എപ്പോഴാണ് ഓതേണ്ടത് എന്ന് ചോദിച്ച ആളുകളുണ്ട്. സുബഹയ്ക്ക് ശേഷം ഓതാം, അതുപോലെ മഗ്രിബിന് ശേഷം ഓതാം. രണ്ടാലൊരു സമയത്ത് നമുക്ക് ഓതാം. ഏറ്റവും അഫ്ളലായ സമയം സുബഹയ്ക്ക് ശേഷം ഓതലാണ്. ഇനി സുബഹയ്ക്ക് ശേഷം ഓതാൻ പറ്റാത്തവരാണ് എങ്കിൽ മഗ്രിബിന് ശേഷം ഓതാം. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർത്തവമുള്ള സമയത്ത് ഓതാൻ പറ്റുമെന്ന്. ആർത്തവമുള്ള സമയത്ത് ഇത് ഖുർആൻ ആയതുകൊണ്ട് ഓതേണ്ടതില്ല. അതല്ലാത്ത സമയത്ത് ഓതിയാൽ മതി. ഇത് നിശ്ചിത ദിവസങ്ങൾ കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും ഓതേണ്ടതായതുകൊണ്ട് ആർത്തവ സമയത്ത് അവർക്ക് ഹൈദിന്റെ സമയത്ത് അവർക്ക് അത് ഒഴിവാക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും ദിക്റായിട്ട് ചൊല്ലിക്കൂടെ എന്ന്. വേണ്ട, ഇത് ഖുർആന്റെ സൂറത്ത് എന്നുള്ള നിയത്തിലാണ് നമ്മൾ ഓതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈ ആർത്തവ സമയത്ത് ദിക്ർ എന്നുള്ള ഒരു നിയത്താക്കിയിട്ട് അങ്ങനെ ഓതേണ്ട ആവശ്യമില്ല. മറിച്ച് സൂറത്തായിട്ട് തന്നെ ഓതിയാൽ മതി. ആർത്തവ സമയത്ത് അത് ഒഴിവാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഓതിയാൽ മതി. അപ്പം എല്ലാ കാര്യം, അതായത് എത്ര എണ്ണം ഓതണം എന്ന് ഞാൻ പറഞ്ഞു, ഏത് സൂറത്താണ് എന്ന് പറഞ്ഞു, എപ്പോൾ ഓതണം എന്ന് പറഞ്ഞു, ആരൊക്കെയാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞു. ഇത് ആർക്കും ഓതാം കേട്ടോ. ഭാര്യയ്ക്ക് ഓതാം, ഭർത്താവിനും, ആണിനും പെണ്ണും ഒക്കെ ഓതാം. നമ്മൾ ഉദ്ദേശിച്ച ആളുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ ഇത് കാരണമായി തീരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിരന്തരം ഇത് പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സന്തോഷം കടന്നു വരും.
മക്കൾ നമ്മെ സ്നേഹിക്കും. അതുപോലെ തന്നെ കുടുംബാദികൾ നമ്മോട് അടുപ്പമുള്ളവരായിത്തീരും. കൂട്ടുകാരുടെ സ്നേഹം നമുക്ക് ലഭിക്കും. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സമൂഹം നമ്മെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഇസ്സത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പിണങ്ങി കഴിയുന്ന ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അവർക്കും ഒരു റാഹത്ത് ലഭിക്കട്ടെ, ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കട്ടെ. പല ആളുകളും ഇത് പറഞ്ഞിട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഉസ്താദെ, എനിക്ക് പിരിയണമെന്ന് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് പിരിഞ്ഞു പോകണമെന്ന്, വേർപ്പെടുത്തണമെന്ന്, തലാഖ് ചെല്ലണമെന്ന് ആഗ്രഹമൊന്നുമില്ല. മക്കളുണ്ട്, മക്കളെ ഉദ്ദേശിച്ചെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു? അവർ സമ്മതിക്കുന്നില്ല, അവരുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അവരുടെ കുടുംബക്കാർ സമ്മതിക്കുന്നില്ല, വാപ്പ സമ്മതിക്കുന്നില്ല, ഉമ്മ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? പല ആളുകളും പ്രയാസം പറഞ്ഞവരുണ്ട്. അത് അവർക്കൊക്കെ ഒരു പരിഹാരമാണ് ഇൻഷാ അല്ലാഹ്. ഇത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു പരിഹാര മാർഗ്ഗമാണ് എന്ന് കരുതി എന്ത് ചെയ്യുക? ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും തീർത്തരട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.